കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കും വിനാശവും ഇന്ന നേരമെന്നേതോ അറിഞ്ഞില്ല. കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ണിൽ ഇത് കേൾക്കുമ്പം എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 20-25 വർഷം പിന്നിലേക്ക് ഞാൻ ടൈം ട്രാവൽ ചെയ്യുന്ന പോലെ. വീക്കെൻഡ്സ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീക്കെൻഡ്സ് അച്ഛനിത് പ്ലേ ചെയ്യും. ആ സമയത്ത് CD പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഉറങ്ങണ സമയമായിരിക്കും, പക്ഷേ അച്ഛൻ പ്ലേ ചെയ്യും. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു സെയിം ഫീലിംഗാണ്. രാവിലെ അച്ഛനിത് പ്ലേ ചെയ്യും, അമ്മ സൈഡിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും, ഇഡ്ഡലി ദോശ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടായിരുന്നത് എന്നെയും അപ്പുവിനെയും എൻ്റെ ബ്രദറിനെയും എണീപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അച്ഛനൊരു ഇതായിരുന്നു എന്നായിരുന്നു. പക്ഷെ അന്നൊരു ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ പേർപ്പസ് എന്താണെന്നൊന്നും ഒരിക്കലും അറിയണമെന്ന് തോന്നിയിട്ടുമില്ല കേട്ടോ. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സംവേർ ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിംഗാണ്. മലയാളം ആണെങ്കിലും ഫുള്ളായിട്ട് അങ്ങനെ മനസ്സിലാവില്ല, പക്ഷെ എന്നാലും അത് ഭയങ്കരമായിട്ടൊരു എവിടെയോ ഒരു അങ്ങനെ ടച്ചായി കിടക്കുന്ന ഒരു ഫീലിംഗാണ്. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ ഫാദറിലോ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ അച്ഛൻ ഏറ്റവും ആദ്യം പ്ലേ ചെയ്യുന്ന ഈ പാട്ടായിരിക്കും. ആ പാട്ട് ഫുൾ ഫിനിഷ് ആവുന്ന വരെ വേറെ പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് ഒരു റിമൈൻഡർ. അപ്പം ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ജേർണി തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് പഠിക്കണം, എനിക്ക് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു ജ്ഞാനപ്പാന. എന്താണ് ഇതിൽ, എന്താണ് ഇത്രയും ഒരു ക്രേസ്, വാട്ട് ഇസ് ഇറ്റ്? ഇന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതും ഇനി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. കുറേ ഹിസ്റ്ററി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം നമ്പൂതിരി. അപ്പം എന്താണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര വൈ ഇസ് ദിസ് പോപ്പുലർ, ഇത്രയും ഫേമസ് എന്ന് നോക്കിയപ്പോഴാണ് പൂന്താനം നമ്പൂതിരി ഒരു ഭയങ്കര ഒരു വലിയ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു. കേരളത്തിൽ 16th to 17th സെഞ്ച്വറിയിൽ ജീവിച്ച ഒരാളായിരുന്നു. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇയാൾക്കൊരു ട്രാജഡി പറ്റി. അപ്പോൾ ഒരു ട്രാജഡി എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് പുറത്തേക്ക് വരുന്ന ഒരു ഫോമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പം ഇത് ശരിക്കും ഇത് വൺ ഓഫ് ദി കേസല്ല. പൂന്താനം നമ്പൂതിരി അവർക്ക് പറ്റിയ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു മാനുവൽ, ഒരു ഡെയിലി മാനുവൽ പോലെയാണ്. പൂന്താനം നമ്പൂതിരിയും ഭാര്യയും അവർക്ക് ഒരുപാട് വർഷമായിട്ട് പിള്ളേരൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. കുറേ കാലം കഴിഞ്ഞ് പൂന്താനത്തിന് ഒരു ആൺകുഞ്ഞുണ്ടായി. അപ്പം 6 മാസം കഴിഞ്ഞ ഈ കുഞ്ഞിൻ്റെ ചോറൂണായിരുന്നു. ചോറൂണ സമയത്ത് എല്ലാവരും ചോറിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ആ ഒരു ഷോക്കിൽ, എനിക്കിത് പറയുമ്പോൾ ഇപ്പോൾ ഗൂസ്ബംസ് വരിക, പക്ഷെ ആ ഒരു ഷോക്കിൽ പൂന്താനം ഒരു ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു ഫീലിംഗ്, ഒരു 6 മാസമായ കുഞ്ഞ്, ഇത്രയും പ്രിയപ്പെട്ടായ കുഞ്ഞ് മരിച്ചു. ആ ഒരു സങ്കടത്തിൽ, ആ ഒരു വിഷമത്തിൽ പോലും ഭഗവാനെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യുന്നത്. നീ തന്നതായിരുന്നു ഈ കുഞ്ഞിനെ, നീ തന്നതായിരുന്നു, നീ തന്നെ തിരിച്ചു കൊടുത്തു, അപ്പം നിന്റെ തന്നെ കുഞ്ഞാണ് എന്നാണ് പറയുന്നത്. ഇനി ജ്ഞാനപ്പാന ഒരു ഡെയിലി മാനുവൽ മാത്രമല്ല, ഒരു ആർക്കെങ്കിലും ഒരു ലോസ്,
അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വലിയ വിഷമം, സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഈഗോ, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കിത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്, അതൊക്കെ ഒരു റിയൽ മീനിങ് കിട്ടും. ഇതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്. സോ ബേസിക്കലി ജ്ഞാനപ്പാന പൂന്താനം നമ്പൂതിരി സിമ്പിൾ മലയാളത്തിലാണ് എഴുതിയത്. ഒരു സിമ്പിൾ പോയമായിരുന്നു. ഇപ്പം ആ സമയത്തൊക്കെ 16-17 സെഞ്ച്വറിയിലൊക്കെ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ഒരു നാമമൊക്കെ എഴുതുവാണെങ്കിൽ സംസ്കൃതത്തിലായിരുന്നു. അപ്പോഴാണ് റിയൽ ഡിവോഷൻ എന്നായിരുന്നു അർത്ഥം. അപ്പം പൂന്താനം നമ്പൂതിരി ഈ മലയാളത്തിലുള്ള പോയം, അതായത് ജ്ഞാനപ്പാന എഴുതിയിട്ട് മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പോയി. അപ്പം മേൽപ്പത്തൂർ ആരായിരുന്നു? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്ക് എഴുതിയ ആളായിരുന്നു, നാരായണീയം. സോ അത് ഭയങ്കര ലൈക്ക് പോളിഷ്ഡ് സംസ്കൃതത്തിലാണ് എഴുതിയത്. അപ്പം മേൽപ്പത്തൂർ ഭയങ്കര ഫേമസ് പോയറ്റായിരുന്നു, സ്കോളറായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രൈഡ് ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പം അന്ന് ഈ മലയാളത്തിലുള്ള ഈ ജ്ഞാനപ്പാന ഒരു 2 വരി വായിച്ചപ്പോഴേക്കും മേൽപ്പത്തൂർ പറഞ്ഞു, ഇത് മലയാളത്തിലാണല്ലോ എഴുതിയാണ്, ശരിക്കൊരു ഭക്തി കാണിക്കണമെങ്കിൽ അത് സംസ്കൃതത്തിൽ എഴുതണം, ഇത് പോയി സംസ്കൃതത്തിൽ എഴുതി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. മേൽപ്പത്തൂരും പൂന്താനം നമ്പൂതിരി പോലെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണന്റെ ഭക്തനായിരുന്നു. അപ്പം അന്ന് രാത്രി സംഭവിച്ചത് ഒരു മിറാക്കിൾ ആയിരുന്നു. കഥകളിൽ പറയുന്നത് അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നീ എഴുതുന്ന സംസ്കൃതത്തിൽ എഴുതുന്ന പോയത്തിനെക്കാളും കൂടുതൽ ഇഷ്ടം പൂന്താനം എഴുതിയ സിമ്പിൾ മലയാളത്തിലുള്ള പോയമാണ്. അപ്പം മേൽപ്പത്തൂർ ഭയങ്കരമായിട്ട് പേടിച്ചു. അത് മേൽപ്പത്തൂർ ചെയ്തതും പറഞ്ഞതും ഭയങ്കര വലിയ തെറ്റായെന്ന് തോന്നി. എന്നിട്ട് അടുത്ത ദിവസം വേഗം പൂന്താനത്തിൻ്റെ അടുത്ത് പോയി മാപ്പ് ചോദിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ശരിക്കും ഒരു ലാംഗ്വേജ് വേണമെന്നില്ല, ഒരു രീതി വേണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥന ഭയങ്കര ഓണസ്റ്റ് ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന ആക്സെപ്റ്റ് ആവും. അപ്പോൾ ഈ ഫുൾ ജ്ഞാനപ്പാന ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല, ഞാനൊരു സീരീസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ജ്ഞാനപ്പാനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള നമ്മൾ ഫ്രേസസ് ലൈൻസ് എടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അപ്പം ശരിക്കും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ജനനം, ഒരാളുടെ മൃത്യു, ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഈഗോ, ഇതിനെപ്പറ്റിയൊക്കെ പൂന്താനം പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ശരിക്കും നമുക്ക് ആലോചിക്കാനുള്ളൊരു കാര്യമാണ്, എത്രയോ കാലം മുന്നേ എഴുതി വെച്ചൊരു പോയമാണ്. പക്ഷെ ഇന്നും അതിൻ്റെ എല്ലാ അക്ഷരവും എല്ലാ വേർഡ്സും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഒരു 6 മാസമായ ഒരു കുഞ്ഞ് മരിച്ചുപോയി, എന്നിട്ട് പോലും അയാൾ ഭഗവാനെ നിന്ദിക്കുന്നില്ല. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണ് ഉണ്ടായേ എന്ന് ആ ഒരു സെർച്ചിലാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.